ക്രിസ്തുമസ് ബമ്പറിന്റെ ഒന്നാം സമ്മാനം വിതരണം ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവ്. പിറവം സ്വദേശിയായ കെ സജിമോൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. വിവരങ്ങളുമായി ഗോപിക അരവിന്ദ് ചേരുന്നു. ഗോപിക, എന്തായിരുന്നു ഈ ഒരു ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പിന്നിൽ? ഡെല്ല ഈ കഴിഞ്ഞ ജനുവരി 24-നായിരുന്നു ക്രിസ്മസ് ബമ്പർ നറുക്കെടുപ്പ്. 20 കോടി രൂപയാണ് സമ്മാനത്തുക. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പിറവം പാഴൂർ സ്വദേശിയായ റിട്ടയർ എസ് ഐ കെ സജിമോൻ ഒരു ഹർജിയുമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇതിന് കൂടാതെ തന്നെ അദ്ദേഹം പോലീസിലും പരാതിപ്പെട്ടിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഈ ഒന്നാം സമ്മാനം അടിച്ച തുകയുള്ള ലോട്ടറി അദ്ദേഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ കേസ് തീരുന്നത് വരെ ഈ ഒന്നാം സമ്മാന തുക വിതരണം ചെയ്യരുതെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സജിമോന്റെ വാദം എന്തെന്നാൽ അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമാണ് ഈ ടിക്കറ്റ് എടുത്തത്. ഇയാൾ ഒരു ട്രാവൽ ഏജൻസി കൂടി നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീർത്ഥാടന യാത്രക്കാരിൽ നിന്നും ഒരു സാഹചര്യവശാൽ ഈ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോവുകയും അദ്ദേഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൊറിയർ സർവീസുമായെല്ലാം ഇദ്ദേഹം നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ അന്വേഷണത്തിൽ വലിയൊരു രീതിയിലുള്ള പുരോഗമനം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് സജിമോൻ കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും കോടതി ഈ കേസ് തീരുന്നത് വരെ ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ഈ ഒന്നാം സമ്മാന തുക ഈ കേസ് തീർപ്പാകുന്നത് വരെ വിതരണം ചെയ്യരുതെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതെല്ലാം ശരി. ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.